ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുക. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്നത് ഇവിടെ ബിഗ് ബോസിൻ്റെ ഒരു അപ്ഡേഷനായിട്ടാണ്. കാരണം നമ്മളിപ്പോൾ മോർണിംഗ് 8:20 8:30 ആയപ്പോഴത്തേക്ക് മിക്ക ആൾക്കാരും ഉറക്കം എഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ ലേഡീസിൽ ഫസ്റ്റ് നമുക്ക് ഉറക്കം എഴുതിച്ച നമ്മുടെ രേണു സൂതി തന്നെയാണ്. കാരണം പുള്ളിക്കാരി രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ വാഷ് ചെയ്ത് അതിനൊക്കെ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് വന്ന് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി മുടി കൊണ്ട് പുള്ളിക്കാരിക്ക് എന്തൊരു ഡിസ്റ്റർബൻസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ആ മുടിയൊന്നും നല്ല രീതിയിൽ കെട്ടി വെക്കാനൊന്നും പറ്റത്തില്ല. കാരണം അത് പിന്നെ ഒതുക്കിയൊന്നും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇങ്ങനെ ഹെയർ ഫിക്സ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അത് വേണ്ടായിരുന്നു. അത് ഫിക്സ് ചെയ്യാതെ രേണു അതിനകത്ത് പോകുന്നതായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് ഫീലായി. ഇനി എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. പിന്നെ ഇന്ന് ഒരു എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ബുക്ക് വെച്ചിരിക്കും. അതിനകത്ത് നോക്കിയിട്ട് അവിടെ നടക്കേണ്ട കാര്യങ്ങളും എല്ലാം അവിടെ വരുന്ന എല്ലാ മത്സരാർത്ഥികളും മനസ്സിലാക്കേണ്ട ഒരു ചടങ്ങ് അവിടെ ഉണ്ട് ബിഗ് ബോസിനകത്ത്. പക്ഷേ ആ ചടങ്ങ് അത് ചില ആൾക്കാരൊക്കെ എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആര്യൻ്റെ ആ ഒരു ടൈം പുള്ളി വായിക്കുകയും ചെയ്തു. വായിക്കുമ്പോൾ എന്തോ ഒരു ചെറുതായിട്ടൊരു അക്ഷരസ്ഫുടത തെറ്റെന്തോ വന്നു. ആ സമയത്ത് ഇവിടെ അനീഷ് തറയിൽ പുള്ളിക്കാരൻ ഒരു മലയാള പണ്ഡിതനാണ്. പുള്ളിക്കാരൻ സ്വയം ഒരു വിശ്വാസം. പുള്ളിക്കാരൻ വന്ന് അതിനകത്ത് വന്നിട്ട് ആ ഒരു ബിഗ് ബോസിന് ഹൗസിനകത്ത് വരുന്നവർ മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നവരായിരിക്കണം എന്ന് പറഞ്ഞ് ചെറിയൊരു ക്രാഷ് ഉണ്ടായി. ആ സമയത്ത് അതിൽ നമ്മുടെ അഭിലാഷ് കയറി കൊളുത്തുകയും പിന്നെ ആ ഒരു ഗ്യാങ് എല്ലാം കൂടെ അതൊരു ഫൈറ്റ് എന്ന രീതിയിലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. രാവിലത്തെ ഒരു പൊട്ടിത്തെറി എന്ന് തന്നെ പറയാം, ചെറിയ രീതിയിൽ. പക്ഷെ അത് ഈ നനഞ്ഞ പടക്കം പോലെ ചീറ്റി പോവുകയും ചെയ്ത് അതിൻ്റെ പിന്നാലെ നമ്മുടെ ഒരു 19 വയസ്സുള്ള പെൺകുട്ടി ഉണ്ടല്ലോ, എൻ്റെ റെനെ ഫാത്തിമ, ആ പുള്ളിക്കാരി നമ്മുടെ അനീഷ് തറയുടെ പിന്നാലെ നടന്ന് അതിനെ പുള്ളീനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്ത്. കുട്ടിക്ക് 19 വയസ്സാണെങ്കിലും പുള്ളിയുടെ നാക്ക് എമ്മയ്ക്കാണ് പഠിക്കുന്നത്. ആ ഒരു സീരിയൽ തന്നെ മനസ്സിലായ പുള്ളിക്കാരി ഇയാളുടെ പിന്നാലെ നടന്ന് അതും ഒരു സ്ക്രീൻ പ്രസൻസ് മോർണിംഗ് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നടക്കുകയാണ് തെക്കോട്ടും വടക്കോട്ടും. ഇനി അതെല്ലാം നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന കോലാഹലങ്ങളും എല്ലാം കണ്ടു. ചില ആൾക്കാർ അതിനകത്ത് ഈ അറിഞ്ഞ് മുത്തശ്ശനും വലിയേട്ടനും ഒക്കെ കളിക്കാനായിട്ട് ചില വ്യക്തികൾ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും സമയത്തുള്ള നമുക്ക് മനസ്സിലായാലും ചെറിയ വലിയേട്ടനും പിന്നെ അതുപോലെ ചെറിയ രീതിയിലൊരു മുതിർന്ന രീതിയിലൊക്കെ ഇരുന്ന് അഭിനയിച്ച് ഫലിപ്പിക്കാൻ വേണ്ടി ചില ആൾക്കാരും അവിടെ എത്തിയതായി നമുക്ക് ചില സൂചനകൾ ഇപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതെല്ലാം നല്ലത് തന്നെയാണ്. ഇനി 99 ദിവസമുണ്ട്. ഈ 99 ദിവസങ്ങളിൽ ഇവരൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നതൊക്കെ നമുക്ക് ഇരുന്ന് കാണാം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. 11 മണിക്കാണ് ബിഗ് ബോസിന് നേരം വെളുത്തതും പാട്ടിട്ടതും. അപ്പോഴത്തേക്ക് ഈ പാട്ട് കേൾക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാവരെയും മുട്ടുകുത്തിച്ച് ബിഗ് ബോസിന് നേരം വെളുത്തത് കറക്റ്റ് 11 മണിക്കാണ്. നമ്മളിവിടെ അവിടെ അത്ര ടൈമൊന്നും അവർക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾക്കറിയാം എത്ര മണിക്ക് അവിടെ ബിഗ് ബോസ് ഓപ്പൺ ആയെന്ന്. പിന്നെ ഇന്നടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ രാവിലെ പുട്ടോ ചപ്പാത്തി അങ്ങനെ ചിക്കൻ കറി അങ്ങനെ എന്തൊക്കെയോ കടലക്കറി അങ്ങനെ പിന്നെ സാമ്പാർ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടെന്ന് പറയുന്നു. എല്ലാവരും കൂടെ കൂടിയിരുന്ന് കഴിക്കുകയും പിന്നെ ഇന്നത്തെ ദിവസം അവർ അടുത്ത പ്രശ്നം എന്തോ ഉണ്ടാക്കാൻ പോയത് അറിയാം. ഇന്നത്തെ നമ്മൾ കണ്ട് ബിന്നിയും അതുപോലെ നമ്മുടെ അനുമോളും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് പോലെ രീതി. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരുടെയും ചെറിയ ക്യാരക്ടർ പുറത്ത് വരുന്ന രീതിയിലാണ് ഇതെല്ലാം ഒന്ന് അഭിനയിച്ച് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് കണ്ടറിയാം ഇതിൽ ആരൊക്കെയാണ് റിയലായിട്ട് അവിടെ നിൽക്കാൻ പോകുന്നതെന്നും ആരൊക്കെയാണ് ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ പോകുന്നതെന്നും നമുക്കിനി വെയിറ്റ് ചെയ്ത് ഓരോ വ്യക്തികളെ മനസ്സിലാക്കാം. അപ്പം ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇതാണ്. ഇനി ഉച്ച കഴിഞ്ഞിട്ട് അറിയാൻ ബാക്കി അപ്ഡേഷൻ എന്താണെന്ന്. അപ്പം ഇതുവരെയും ഞാൻ കണ്ടിരിക്കുന്ന അപ്ഡേഷൻ ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് അങ്ങും ഇഞ്ഞും മുക്കിൽ ഓരോ ആൾക്കാർ കൂടിയിരുന്ന് സൊറ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത ഒരു അപ്ഡേഷൻ ഉടനെ ഞാൻ വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.